ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററിൽ എങ്ങനെ കോഴിമുട്ട വെക്കാം എന്നുള്ളതാണ്. ഇതിൽ 1 മുതൽ 60 വരെയുള്ള എത്ര കോഴിമുട്ട വേണമെങ്കിലും വെക്കാൻ കഴിയും. ആദ്യം ഇൻക്യുബേറ്ററിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വിരിക്കുക. കോഴി വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോട്, വേസ്റ്റ് ഇവ ഇൻക്യുബേറ്ററിൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് ന്യൂസ് പേപ്പർ വിരിക്കുന്നത്. ന്യൂസ് പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ വൃത്തിയാക്കാൻ വളരെ സുഖമാണ്. അതിനുശേഷം ഇതിൽ കാണുന്നത് പോലെ മൾട്ടി പിന്നിന് മുകളിലായിട്ട് ചാർജറും 3 പിന്ന് നടുവിലായിട്ടും കുത്തുക. എന്നിട്ട് കറണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇൻക്യുബേറ്റർ ഓണാക്കുക. ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യുന്നത് കാണാം. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുക. കൂർപ്പുള്ള ഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന വിധം കോഴിമുട്ട വെക്കുക. എന്നിട്ട് ബാക്കിൽ കാണുന്ന ചുവന്ന സ്വിച്ച് ഓണാക്കി കൊടുക്കുക. ഒരു ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം ഇൻക്യുബേറ്ററിൻ്റെ മോട്ടർ കറങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. അതിനുശേഷം എല്ലാ കോഴിമുട്ടയും തിരിയുന്നതായിട്ട് കാണാം. ഇൻക്യുബേറ്ററിൽ ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം ഓരോ 3 മണിക്കൂർ ഇടവിട്ട് കോഴിമുട്ട തിരിയും. ബീപ്പ് സൗണ്ട് കേൾക്കുന്നില്ല ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിൻ്റെ ട്രേ ഓഫായിരിക്കും. ഓണാക്കുമ്പോൾ മാത്രമേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ. ഓഫാക്കുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നതല്ല. ഇൻക്യുബേറ്ററിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ കമ്പിയുടെ അളവ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറയുന്നതിനനുസരിച്ച് വീണ്ടും കമ്പിയുടെ അളവ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 18ാമത്തെ ദിവസം വെള്ളം ഫുള്ളാക്കി കൊടുക്കുക. ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം എഗ്ഗ് കാൻഡിലും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കോഴിമുട്ട ഒരു കൂർപ്പുള്ള ഭാഗം മുകളിലേക്ക് ചെരിച്ചു പിടിച്ചതിന് ശേഷം മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ടോർച്ച് അടിച്ച് നോക്കുക. അതിൽ നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. അല്ലാത്ത കോഴിമുട്ട ഒരിക്കലും വിരിയുകയില്ല. അങ്ങനത്തെ മുട്ട ഒഴിവാക്കേണ്ടതാണ്. ചിലപ്പോൾ ചില കോഴിമുട്ട പൊട്ടി നീര് വന്ന് മറ്റു കോഴിമുട്ടയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റും ചെറിയ ടോർച്ചും ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇൻക്യുബേറ്റർ വൃത്തിയായി നിൽക്കുന്നതിന് ടോർച്ച് അടിച്ച് നോക്കുന്നത് നല്ലതാണ്. നീര് വന്ന് കംപ്ലൈൻ്റ് ആകുന്ന കോഴിമുട്ട സ്മെല്ല് വരികയും മറ്റുള്ള മുട്ടയെ ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. 18 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കിലുള്ള ചുവന്ന സ്വിച്ച് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ 3 ദിവസം കോഴിമുട്ട തിരിയേണ്ട ആവശ്യം ഇല്ല. അവസാനത്തെ 3ാമത്തെ ദിവസം മുതൽ കുഞ്ഞ് വിരിയേണ്ട പൊസിഷനിലേക്ക് വരികയും മുട്ടയുടെ തോട് കൊത്തി തുടങ്ങുകയും ചെയ്യുന്നതാണ്. ലാസ്റ്റത്തെ 3 ദിവസം തിരിച്ചു കൊടുത്താൽ കോഴിക്കുഞ്ഞ് വിരിയുന്നതിന് കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടാകുന്നു. 20ാമത്തെ ദിവസം മുതൽ കോഴിമുട്ടയുടെ തോട് പൊട്ടി തുടങ്ങുകയും 21 ദിവസം മുതൽ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് 4 മണിക്കൂറിന് ശേഷം അഥവാ ഉണങ്ങിയതിന് ശേഷം ബ്രൂഡറിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു ദിവസം വരെ ഇൻക്യുബേറ്ററിൽ തന്നെ കോഴിക്കുഞ്ഞ് വെച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. ഒരു ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെക്കാവുന്നതാണ്. കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇൻക്യുബേറ്റർ കുറച്ച് ഡെറ്റോൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇൻക്യുബേറ്റർ എടുത്തു വെക്കാവുന്നതാണ്. ഇൻക്യുബേറ്റർ എടുത്തു വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓണാക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഓണാക്കുന്നത് നല്ലതാണ്. അത് പൂപ്പൽ വന്ന് ഇൻക്യുബേറ്റർ കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് ഓണാക്കുന്നത്. കുറച്ച് ഡെറ്റോൾ ഒരു ബക്കറ്റിൽ കലക്കിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയാൽ മതി. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 4 മണിക്കൂർ ആയി ഉണങ്ങിയതിന് ശേഷം
ബ്രൂഡറിലേക്ക് മാറ്റുക. കുറച്ച് ഹൈറ്റുള്ള കാർട്ടൂൺ ബോക്സ് എടുത്ത് അതിൽ പേപ്പർ വിരിച്ച് കുറച്ച് കോഴിത്തീറ്റ വിതറി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ബ്രൂഡർ ഉണ്ടാക്കേണ്ടത്.